വീഡിയോ അവിടെ നിന്ന് നമുക്ക് നൽകുകയാണ്. ഈ വഴി സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകും. നാം ഈ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് പശ്ചാത്തപിക്കാം. നല്ലവനായ ദൈവത്തോട് അവിടുത്തെ കാരുണ്യത്തിനായിട്ട് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനോ മഹത്വം. മനുഷ്യ പ്രകൃതിയുടെ മഹത്വം അത്ഭുതകരമായി രൂപപ്പെടുത്തുന്ന
അതിനേക്കാൾ അത്ഭുതകരമായ സമുദ്ധരിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയിൽ ഭാഗമാക്കാകുവാൻ തിരുമനസ്സായി അവിടുത്തെ ദൈവികതയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സദ്വാർത്ത അറിയുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സമാധാനത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുകയും കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിക്കും. കർത്താവിൽ ഒരു പുതിയ കീർത്തനം ആലപിക്കുകയും അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരം വിശുദ്ധഭുജവും വിജയം നേടിയിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. കർത്താവ് തന്റെ നീതി ജനതയുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദത്തോടെ അവിടുത്തെ സ്തുതിക്കുകയും. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. കിന്നരം നീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുകയും വാദ്യാകാശത്തോടെ അവിടുത്തെ പുകഴ്ത്തുകയും കൊമ്പും കാഹളവും മുഴങ്ങി രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുകയും. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം
ദേവദൂതന്മാരുടേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവനേക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൈവം അരുൾ ചെയ്തിട്ടുള്ളത്? വീണ്ടും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധമായ ഒരു ദിവസം നമുക്ക് പ്രകാശിച്ചിരിക്കുന്നു. ജനങ്ങളെ വന്ന് കർത്താവിനെ ആരാധിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകത്തിന്റെ മേൽ ഒരു വലിയ വെളിച്ചം ഇറങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. അവിടെ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകി. അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള കഴിവ് അവൻ നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നോ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്യതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കൽ കണ്ടിട്ടില്ല. പിതാവുമായി കാണുമെന്ന് പുലർത്തുന്ന ദൈവം തന്നെയാണ് ഏകജാതനെന്ന് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജെറോമച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. മെരി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു.
ഏതാണ്ട് 7 വർഷത്തിന് മുമ്പ് മധ്യപ്രദേശിലെ ഭോപ്പാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഹിന്ദു മതസ്ഥനായ ഒരു കൂട്ടുകാരൻ എന്നോട് വന്നിട്ട് അല്പം ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. ക്രിസ്തു മതത്തെക്കുറിച്ചും എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചുമൊക്കെയായിരുന്നു. അവൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്? എന്തിനു വേണ്ടിയാണ് ഒരു ചെറിയ പുൽക്കൂട്ടിൽ, ബെത്ലഹേമിലെ ഒരു ചെറിയ പുൽക്കൂട്ടിൽ നിങ്ങളുടെ ദൈവം മനുഷ്യനായിട്ട് ഭൂജാതനായി? സർവശക്തനായ ദൈവത്തിന് മറ്റനേകം പാലസുകളും ഒക്കെ ലഭിക്കുമായിരുന്നിട്ടും ചെറിയൊരു പുൽക്കൂട്ടിൽ ജനിക്കുവാനായിട്ട് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കണം? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം മനുഷ്യരോടൊത്ത് വസിച്ചുകൊണ്ട്, മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാനായിട്ട് തീരുമാനമെടുത്തത്? ആ സമയത്ത് അല്പം നല്ല രീതിയിലൊന്നും ഉത്തരം പറയുവാനുള്ള കേൾപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് നമ്മുടെ ഇടവകയിലെ ഒരു ചേട്ടൻ പള്ളിമേടയിൽ വന്നിട്ട് ഒരിക്കൽ പറയുകയുണ്ടായി: നമ്മുടെ ഈ പള്ളിയുടെ ഈ ഡോറിന്റെ മുകളിലായിട്ട് ഒരു പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട് കൂട്ടിയത് കൊണ്ട് തന്നെ ഈ പ്രാവ് അവിടെയെല്ലാം വൃത്തികേടാക്കുകയായി. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ആ പ്രാവിന്റെ ആ കൂട് എടുത്തു കളഞ്ഞില്ല എങ്കിൽ ആ സ്ഥലം എപ്പോഴും വൃത്തികേടായിട്ട് കിട്ടും. അങ്ങനെ ആ ചേട്ടൻ തന്നെ ഏണി എടുത്തിട്ട് പോയി ആ പ്രാവിന്റെ കൂട് വൃത്തിയാക്കുന്നു. അപ്പോൾ പ്രാവിന്റെ കൂട് താഴേക്ക് വീണപ്പോൾ അതിൽ ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പറക്കാൻ കഴിയാത്ത 2 കുഞ്ഞുങ്ങൾ. ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ ആ കുഞ്ഞുങ്ങളെ എടുക്കുവാനായിട്ട് ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എടുക്കുവാനായിട്ട് ഓടിച്ചെന്നപ്പോൾ ഈ പ്രാവ് പരമാവധി നടക്കാവുന്ന രീതിയിലൊക്കെ നടന്ന് അങ്ങനെ മാറിപ്പോവുകയും, എത്രത്തോളം ആ പ്രാവിൻ്റെ അടുത്തേക്ക് ആ ബ്രദർ ചെന്നുവോ അത്രത്തോളം ആ പ്രാവ് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപക്ഷെ ആ പ്രാവിന്റെ അമ്മ തന്നെയായിരുന്നു ആ പ്രാവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പ്രാവ് കുതിരി മാറുകയില്ല. ഇതൊരു പക്ഷേ വേറൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കും ആ പ്രാവ് പേടിച്ച് മാറിപ്പോയത്. എന്നോട് ചോദിച്ച ആ ചോദ്യം 7 വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരൻ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഇത് തന്നെയാണെന്ന് ഞാൻ അപ്പോൾ ഓർക്കുകയായിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തി, അവന്റെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് ഭൂജാതനാകേണ്ട കാര്യമുണ്ടായിരുന്നു. ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മരിച്ച് സ്വർഗസ്ഥനായി ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആഘോഷത്തിന്റെ ആരംഭമാണ് ഓരോ ക്രിസ്മസ് ദിനത്തിലും നാം ആഘോഷിക്കുന്നത്. ഓരോ ക്രിസ്മസും ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിന്റെ ആഘോഷമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അകലം കുറച്ചതിന്റെ ആഘോഷമാണ് ഓരോ ക്രിസ്മസും നാം ആഘോഷിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് പൂജാതനായപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നാം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒന്നാമതായിട്ട് നക്ഷത്രം, രണ്ടാമതായിട്ട് പുൽക്കൂടുകൾ, മൂന്നാമതായിട്ട് ക്രിസ്മസ് ട്രീകൾ. ഈ 3 ക്രിസ്മസിന്റെ പ്രതിരൂപങ്ങളെ കുറിച്ച് അല്പനേരം നിങ്ങളുമായിട്ട് ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പുൽക്കൂടുകൾ. നമുക്കറിയാം, പുൽക്കൂട് നമ്മളെല്ലാവരും നമ്മുടെ ഇടവകളിലും ഭവനങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് ഫ്രാൻസിസ് അസീസി ആണെന്നാണ് പറയപ്പെടുന്നത് 1723. പിന്നീട് അങ്ങോട്ട് പുൽക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തെ വണങ്ങുവാനായിട്ട് ആളുകൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഈ പുൽക്കൂട് നമുക്കറിയാം, യേശു ജനിക്കുന്ന ആ സമയത്ത് സത്രത്തിൽ യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും പോകുമ്പോൾ സത്രത്തിൽ സ്ഥലം ലഭിക്കാതെ വരികയും അങ്ങനെ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും യേശുവിന് ജന്മം നൽകുന്നത് പശുത്തൊഴുത്തിലെ ഒരു പുൽക്കൂട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. മറ്റെല്ലാവരും സ്ഥലം കൊടുക്കാതെ വരുമ്പോൾ സത്രം എന്ന് പറയുന്നത് നമുക്കറിയാം
എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് സത്രം. ഈ സത്രത്തിൽ പോലും ദൈവപുത്രന് ജനിക്കുവാനായിട്ട് സ്ഥലം ലഭിച്ചില്ല എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സത്രത്തിൽ പോലും സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ പുൽക്കൂട്ടിൽ സ്ഥലം ലഭിക്കുകയാണ്. പുൽക്കൂട് യേശുവിന്റെ ജനനത്തിന് വേണ്ടി ഒഴിച്ചിടുകയാണ്. ഈ പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പുൽക്കൂടിനെ പോലെ തുറന്ന ഹൃദയമുള്ളവരാണ് നാം ഓരോരുത്തരും എന്നതാണ്. സത്രങ്ങളെ പോലെ അടച്ചിട്ട ഹൃദയമാകാതെ പുൽക്കൂടിനെ പോലെ തുറന്ന ഹൃദയമുള്ളവരാകണം നാം ഓരോരുത്തരും. യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കണമെന്നതാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്നത്? കുമ്പസാരത്തിലൂടെ, മറ്റ് ഉദാശ സ്വീകരണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനായിട്ട്, യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ കാണുന്നത് നക്ഷത്രങ്ങളെയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പള്ളിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഭവനങ്ങളിൽ. മറ്റു പല സ്ഥലങ്ങളിലും ക്രിസ്മസ് ദിനത്തിൽ ഹിന്ദു മതസ്ഥരാകട്ടെ മുസ്ലിം മതസ്ഥരാകട്ടെ നക്ഷത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് അവരുടെ ഭവനങ്ങളിലൊക്കെ ഇടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ക്രിസ്മസിന്റെ ഈ പ്രത്യേകമായ ഈ നക്ഷത്രം എന്താണ് നമ്മോട് പറയുന്നത്? എന്താണ് ഈ നക്ഷത്രങ്ങളെ പഠിപ്പിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, പുൽക്കൂട്ടിലേക്ക് ജ്ഞാനികളെയും മറ്റ് ആട്ടിൻ ഇടയന്മാരെയും നയിച്ചത് ഈ നക്ഷത്രമായിരുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ പോലെ ആവുക എന്നതാണ്. പുൽക്കൂട്ടിലേക്ക് ജ്ഞാനികളെയും ആട്ടിടയന്മാരെയും നയിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള കണ്ണികളായിട്ട് മാറണം. നമ്മുടെ സഹോദരങ്ങളെയാകാം, നമ്മുടെ കുടുംബാംഗങ്ങളെയാകാം, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളെയാകാം, ഇവരെല്ലാവരെയും ജീവിതത്തിലേക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് ഈ നക്ഷത്രങ്ങളെ പോലെ നാം ഓരോരുത്തരും ആകണമെന്നാണ് നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിസ്മസ് ട്രീകളാണ്. നമ്മൾ നമ്മുടെ വീടുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ക്രിസ്മസ് ട്രീകൾ കാണാറുണ്ട്. ക്രിസ്മസ് ട്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് ട്രീയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സമ്മാനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടാകും. പണ്ട് കാലങ്ങളിൽ പറയപ്പെടുന്നത് ഈ ക്രിസ്മസ് ട്രീയിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിരുന്നു തൂക്കിയിട്ടിരുന്നത്. അത് വഴിയരികിൽ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിക്കുന്നതിലൂടെ, ഭക്ഷണ സാധനങ്ങൾ വഴിയരികിൽ തൂക്കിയിടുന്നതിലൂടെ പാവപ്പെട്ടവർക്കും അതിൽ പോകുന്ന വഴിപോക്കർക്കുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുവാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ക്രിസ്മസ് ട്രീ. അതായത് നമുക്ക് കൂടുതലുണ്ടാകുന്ന സാധനങ്ങൾ ദാനമായി മറ്റുള്ളവർക്ക് സമർപ്പിക്കുവാനുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ക്രിസ്മസ് ട്രീ. ഈ ക്രിസ്മസ് ട്രീ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ദാനമായി ക്രിസ്മസ് കാലത്ത് എന്തെങ്കിലുമൊക്കെ നൽകുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് ദാനമായിട്ട് നമ്മുടെ രൂപയാകാം, സാധനങ്ങളാകാം, എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുമല്ലെങ്കിൽ നമ്മുടെ സമയമാകാം, നമ്മുടെ ജീവിതം തന്നെയാകാം മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ ക്രിസ്മസിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അവസാനമായിട്ട്, ഈ ക്രിസ്മസ് ഒത്തിരി പേരുടെ ഉറക്കം കെടുത്തിയ ഒരു രാത്രിയാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് രാത്രിയിലേക്ക് നാം പോവുകയാണെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉറക്കം, യേശുവിന്റെ ആ മംഗളവാർത്ത അറിഞ്ഞതു മുതൽ പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിന്റെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അത് യേശുവിന്റെ ജനനം മുതൽ വീണ്ടും അങ്ങോട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യേശുവിന്റെ ജനനത്തിന്റെ ദിവസം ആട്ടിടയന്മാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാലാഖമാരുടെ ഉറക്കം കെടുന്നുണ്ട്. പിന്നീട് ഹെറോദേസിന്റെ ഉറക്കം കെടുന്നുണ്ട്. ഈ ഹെറോദേസ് ആട്ടിടയന്മാരിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ്. ഹെറോദേസിന് അറിയാമായിരുന്നു യേശു എന്ന് പറയുന്നത് ഒരു രക്ഷകനാണ്. അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തു നിന്നുള്ള ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുമെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനോടുള്ള ദേഷ്യത്താലാണ് ഹെറോദസിന്റെ ഉറക്കം കേട്ടത്. നേരെ മറിച്ച് ആട്ടിടയന്മാരുടെ ഉറക്കം കേട്ടത് മറ്റ് പല രീതിയിലുമായിരുന്നു. അവരുടെ ഉറക്കം കേട്ടത് യേശു എന്ന രക്ഷകനെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറക്കം കെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ സമയത്തെല്ലാം യേശുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ ചൈതന്യത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നാം മുന്നേറണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ക്രിസ്മസ് കാലത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ കൊട്ടിയടയ്ക്കുന്ന സത്രങ്ങളാകാതെ ദൈവത്തെ സ്വീകരിക്കുന്ന പുൽക്കൂടുകളാക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റാം. നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്മസ് ട്രീയെ പോലെ മറ്റുള്ളവർക്ക് നമ്മുടെ സമ്മാനങ്ങൾ നൽകുവാനായിട്ട് ദാനങ്ങൾ നൽകുന്നവരായിട്ട് മാറുവാൻ സാധിക്കട്ടെ. സർവേശ്വരൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ആമേൻ. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവും എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധരംഗിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇന്ന് നമ്മുടെ സത്പ്രവർത്തികളിലെല്ലാം അറിയിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചന പ്രാർത്ഥനകൾ സമർപ്പിക്കണം. സ്വർഗീയ പിതാവേ, ഇരുളിലാണ്ടിരുന്ന ജനതയ്ക്ക് ആശാകിരണങ്ങൾ വീശിക്കൊണ്ട് ആടവനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിൽ ആഹ്ലാദിക്കുന്ന ഈ പുണ്യദിനത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അച്ചകണത്തെ ആഴമേറിയ വിശ്വാസത്തിലും പ്രത്യാശയിലും വിശുദ്ധിയിലും വളർത്തുന്നതിനാവശ്യമായ പ്രഭാവനങ്ങൾ നൽകി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ അച്ചപാലകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പ്രകാശമായി അവതരിച്ച യേശുവേ, സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും ഇരുട്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരെയും ശാന്തിയിലും സാഹോദര്യത്തിലും ജീവിക്കുവാൻ എല്ലാ പൗരന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ രക്ഷകന്റെ തിരുപ്പിറവിയിൽ ആനന്ദിച്ച് ശാന്തിയും സന്തോഷവും പരസ്പരം കൈമാറുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളാലും പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗബാധയാൽ വിഷമിക്കുന്നവരും തിരുപ്പിറവിയുടെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരും ഉണ്ണിയേശുവിന്റെ തിരുമുഖ ദർശനം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തിരുപ്പിറവിയിൽ ആഹ്ലാദിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും കടന്നു വന്ന്
ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സമർപ്പിക്കുവാൻ അർഹയായ കന്യകമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടുകയണമേ. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദൈവാരാധനയുടെ പൂർണിമ ഞങ്ങൾക്കായി സമാരംഭിച്ചതും ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ പരിപൂർണ സംപ്രീതിക്ക് കാരണഭൂതമായതുമായ ഈ മഹോത്സവ ദിനത്തിലെ കാഴ്ചദ്രവ്യം അങ്ങേക്ക് സ്വീകാര്യമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോട് പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടരുളുന്നു.
തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണത്. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൻ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണം.
വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥ മന്ത്രിഷ്യോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തര മധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരക്ഷണത്തിന്റെ ഈ ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വർഗീസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത് സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണെന്ന് സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ തൃക്കന്മാർക്ക് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരലനുസരിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഭൂമിയുടെ അതിർത്തികളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. തീർക്കുന്നനാഥം പിരിയാ
കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ഒന്ന് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനീവെ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ കൊറോണയെ, വിശുദ്ധ മർസെല്ലോ, വിശുദ്ധ മത്രേസ്യയെ, സകല വിശുദ്ധരെ. വിവാഹരീപുകൾ ഈ ഇടവക സെന്റ് ജോൺ പാർട്ടിയുടെ ചൊൽപ്പെട്ട തെസലോണിയ ഭവൻ ക്രിസ്റ്റഫർ ആന്റണിയുടെയും സുസാന ക്രിസ്റ്റഫറിന്റെയും മകൻ വിക്ടർ ക്രിസ്റ്റഫർ, ഈ ഇടവകയിലെ സെന്റ് തോമസ് യൂണിറ്റിൽപ്പെട്ട കബാന വീട്ടിൽ അഗസ്റ്റിൻ ഫെർണാണ്ടസിന്റെയും പ്രസിൽഡ തൗലോയുടെയും മകൾ ആഞ്ചല ഫെർണാണ്ടസ് തമ്മിൽ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക സെന്റ് ജോസഫ് യൂണിറ്റിൽപ്പെട്ട ധർമ്മശാല ടി വി തോമസിന്റെയും പരേതയായ തെരേസ മേരിയുടെയും മകൻ ബിജു തോമസും കണ്ണൂർ രൂപത കോളയാട് സെന്റ് കൊർണേലിയസ് ഇടവക കുഴിപ്പറമ്പിൽ ജിൽസന്റെയും ചോളിയുടെയും മകൾ സോന ജിൽസനും തമ്മിൽ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു.
ഈ വിവാഹങ്ങൾക്ക് കാനൂനികമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയെ അറിയിക്കേണ്ടതാകുന്നു. ഇന്ന് ക്രിസ്മസ് ദിനം. ഇന്നത്തെ ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നാളെ 26-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോപ്പിനി സമൂഹത്തിന്റെ ഒരു യോഗം പള്ളിമേടയിൽ വെച്ചിട്ടായിരിക്കും. എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കുക. 27-ാം തീയതി ഞായറാഴ്ച തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിനം. അന്നത്തെ ദിവ്യബലിക്ക് ആമുഖം, വായനകൾ, വിശ്വാസികളുടെ പ്രാർത്ഥന എന്നിവ നടത്തേണ്ടത് സെന്റ് ഫ്രാൻസിസ് കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിവസം പൂജാതനായ ലോകരക്ഷകൻ ഞങ്ങൾക്ക് ദൈവിക വംശത്തിന്റെ ഉടയവനായിരിക്കുന്ന പോലെ അവിടെ അമർത്യതയുടെ ദാതാവായിരിക്കുവാൻ വരമരുളണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ്സു നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. തന്റെ പുത്രന്റെ മനുഷ്യാവതാരത്താൽ ലോകത്തിന്റെ അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ തിരുപ്പിറവിയാൽ ഏറ്റവും പരിശുദ്ധമായ സുദിനം പ്രകാശമാനമാക്കുകയും ചെയ്ത അനന്തനന്മയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്ധകാരമകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. അവിടുത്തെ രക്ഷാകരമായ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതൻ വഴിയാട്ടിടയന്മാരെ അറിയിക്കുവാൻ തിരുവുള്ളമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മാനസങ്ങൾ നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷ ദൂതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും ചേർത്തിണക്കിയ ദൈവം നിങ്ങളെ തന്റെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനത്താൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുന്നു. ദൈവത്തിന് നന്ദി. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂവിലും തേടേണ്ട നീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂവിലും തേടേണ്ട നീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, ഇന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, ഇന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേൽ, എമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ